പ്രിയമുള്ളവരെ നമസ്കാരം. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളരിയിൽ കൈപ്പേറുന്ന ചില അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ചില നിർദ്ദേശങ്ങൾ കൂടി ആവാം, നിങ്ങൾക്കത് ഗുണപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടതും പെട്ടാത്തതും വന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും പറയുന്നത്. അത് പുതിയൊരു തലമുറയ്ക്ക് നന്നായിരിക്കും. നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ അടുത്തൊരു തലമുറയിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ കുറച്ചേറെ വർഷങ്ങളോളം, ഞാൻ എൻ്റെ 5.5 വയസ്സിലാണ് കളരിപ്പയറ്റ് തുടങ്ങുന്നത്. ആ തുടങ്ങുന്നത് മുതൽ ഇതുവരെയുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ എല്ലാ തരത്തിലും പഠിക്കണം എന്നുള്ള അർത്ഥത്തിലായിരുന്നു. എന്ന് വെച്ചാൽ എവിടെ കോഴ്സ് കിട്ടിയാലും പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ ലോങ് ടൈം കോഴ്സുകൾ കുറച്ചേറെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടൈം കോഴ്സുകൾ അതിലേറെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈം കോഴ്സുകൾ ഇത് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. നല്ലതാണെങ്കിൽ പിന്നീട് തുടരാമല്ലോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ കൂടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മീൻസ് നമുക്കിപ്പം ഇന്നതിൽ അവഗാഹം ഉണ്ടെങ്കിൽ നമ്മുടെ പേരിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളായിരിക്കും പൊതുവിൽ നമ്മളതിനെ ഇതാകുക. എന്നാൽ ഇത് രാജ്യാന്തരത്തിൽ വരുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നതും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. കാരണം അവരുടെ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ഏറ്റവും സത്ത പിഴിഞ്ഞെടുത്ത കാര്യം നമുക്ക് തരാൻ വേണ്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഡോളർ നിരക്കിൽ ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് 3-4 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അല്ലാതുള്ള ചില കോഴ്സുകൾ ഉണ്ടാവും, ഷോർട്ട് ടൈം കോഴ്സുകൾ. അത് നമ്മൾ ഈ അർത്ഥത്തിലായിരിക്കും ചെല്ലുന്നത്. ഇപ്പോൾ ഒരു ബെൽറ്റിനോ സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ കൂടെ വെക്കാനൊക്കെ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. ചിലർക്ക് നല്ല പഠിത്തം ഉണ്ടാവും, പക്ഷെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പോലും പലരെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യുക, നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നവരും ചെയ്തിട്ടുണ്ട്. ഇത് നല്ലത് തന്നെ, പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഒരാളെ വിശ്വസിച്ച് നമ്മളവിടെ പഠിക്കാൻ ചെല്ലും. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഇപ്പോൾ ഒരാളുടെ കുങ്ഫു പഠിക്കാൻ പോയി. അപ്പോൾ അയാൾ ഷർട്ടൊക്കെ ഊരിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ബ്രൂസിലിയുടെ ബോഡി പോലാണ് ഇരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ, ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അവസാനമാണ് അത് ഞങ്ങൾക്ക് കുങ്ഫു എന്ന് പറയുന്ന സാധനം അറിയില്ല. ഇയാൾ സിനിമ കണ്ട് പഠിച്ചതായിരുന്നു. അയാൾക്ക് ആളെ കിട്ടാനും പൈസ ഉണ്ടാക്കാനും വേണ്ടി നമ്മളെ അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അയാളുടെ ബോഡി ഉണ്ടായിട്ടില്ല. അയാൾ ഈ കല്ലുപണിക്ക് പോകുന്നൊരു മനുഷ്യനായിരുന്നു. ഇത് അബദ്ധമായി വരും. കാരണം ഞാൻ അയാളുടെ ശിഷ്യനാണ് പറയുമ്പോൾ, പക്ഷെ ഞാൻ അവിടെ ആകെപ്പാടെ 3-4 ദിവസം പോയിട്ടുള്ളൂ എന്താണിതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവസാനം നിവൃത്തിയായിട്ട് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു, എനിക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റും കാണണമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ ക്ലാസ് നിൽക്കുക ചെയ്തത്. ഇത് ഒരനുഭവമാണ്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ടിട്ട് നഞ്ചക്ക് പഠിപ്പിക്കുമെന്നൊരു പരസ്യം കണ്ട് ഞാൻ പോയി. അവസാനം 2 ദിവസം കൊണ്ട് നഞ്ചക്ക് പഠിച്ച് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് നഞ്ചക്കെന്ന് അറിയാം. എങ്ങനെ ഈ 2 ഡേയ്സ് കൊണ്ട് പഠിപ്പിക്കുമെന്ന് അറിയാനാണ് നമ്മൾ പോയത്. അവസാനം വേറൊരു മാസ്റ്റർ പറഞ്ഞുണ്ടാക്കി, ഈ 2 ദിവസത്തെ കുങ്ഫു പഠിച്ചിട്ടാണ് ഞാൻ കുങ്ഫു പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ഞാൻ എത്ര വർഷം ഇതിനകത്തുള്ളത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം നന്നായി അറിയാം. ഞാൻ എവിടെ പഠിച്ചു എന്തെല്ലാം ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇറക്കിയിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇനി മറ്റൊരു തരത്തിൽ പഠിക്കാൻ ഞാൻ പോയപ്പോൾ പത്രത്തിൽ വലിയ നീളമുള്ളൊരു പരസ്യം കണ്ടിട്ടാണ് പോയത്. അവിടെ ചെന്ന് അവരോട് കൂടി കുറച്ച് പഠനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ, അതും വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. അതായത് ഞാൻ ആകെപ്പാടെ അദ്ദേഹത്തിനോട് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു 6 അല്ലെ 7 ക്ലാസ് ആയിരിക്കും. അപ്പോൾ ആ 7 ക്ലാസ് പഠിച്ചപ്പോൾ ഒരു ദിവസം പഠിച്ചാലും 1 മണിക്കൂർ പഠിച്ചാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനകത്തുള്ളവർ നമ്മളെ ധരിക്കുന്ന എന്തായിരിക്കും, ഇതുപോലെ പഠിച്ച ആളായിരിക്കും ഞാനെന്നായിരിക്കും. വ്യക്തമായി മനസ്സിലായോ? അപ്പോൾ ആ ഗ്രൂപ്പ് ഒരു വലിയ ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരോടും അയാൾ ധരിപ്പിക്കുന്ന എന്തായിരിക്കും, ഞാൻ എന്ന് പറയുന്നത് അയാളുടെ ശിഷ്യനാണെന്നും അത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ കൂടെ നിന്നവരുടെ വിചാരം എന്തായിരിക്കും, വളരെ ചെറിയ സമയം കൊണ്ട് ഇങ്ങനെ ആയതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ആ പഴയകാല ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കി വന്ന പേരിനെ നശിപ്പിക്കുന്നതായിരിക്കും. പിന്നീടുള്ള പ്രവൃത്തികൾ അങ്ങനെ ആയിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് അങ്ങനെ കൃത്യമായ സിലബസ് ഇല്ല. ആ വ്യക്തി എന്നോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യം എനിക്കറിയാം, മോനൊരു 3-4 കത്ത ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ അതിനുള്ള കത്ത ഇല്ല, സിലബസ് ഇല്ല എന്നാണ്. പിന്നീട് സിലബസ് ഒക്കെ തല്ലിക്കൂട്ടി ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും അതിനകത്ത് ഇങ്ങനെ ചില ചതികളുണ്ട്. അതുകൊണ്ട് പ്രൊഫഷണലി വർഷങ്ങളോളം എടുത്ത് പഠിക്കുന്നവർ ഇങ്ങനെയുള്ള ചില ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ പേരിനെയും മറ്റു കാര്യങ്ങളെയും ബാധിക്കുമെന്നുള്ളത് സത്യമാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. പിന്നീട് അവർ നമ്മളോട് ഇടപെടുന്നത്, നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് മറ്റു രീതിയിലായിരിക്കും. അവരുടെ കൂടെ നിൽക്കുന്ന ആളെ പിടിച്ചു നിർത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ നമ്മളെ വിളിച്ച് വീഡിയോ എടുത്തു, വളരെ ലോങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാവില്ലല്ലോ. ആ വീഡിയോ പ്രദർശിപ്പിക്കുക, അങ്ങനെ കുറച്ചേറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു വലിയ പരിപാടിക്ക് വിളിച്ചതിന് ശേഷം ആ പരിപാടിയിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാം പേര് വെച്ചിട്ട് നമ്മുടെ പേര് വെക്കാതെ ഫുൾ ടൈം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്.
അങ്ങനെയായിരിക്കും നമ്മൾ ഇവരിൽ നിന്നൊക്കെ മാറുന്നത്. പക്ഷെ അവരുടെ കൂടെ നിൽക്കുന്നവരോട് പറയുന്ന കാര്യങ്ങൾ ആ കൂടെ നിൽക്കുന്നവർ തന്നെ എന്നോട് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ വിഷമിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് മാത്രമേ പോകാവൂ. ക്ലിയർ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ശരിക്കും പഠിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുക, ഡീപ്പായി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പോവാതിരിക്കുക. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ തിയറിയിൽ നിന്ന് ബാക്കിയായിട്ട ഒരു തിയറിയാണ് പറയുന്നത്. അതായത് ആക്ട് കറക്റ്റ്ലി, കൃത്യസമയത്ത് ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു സംവിധാനമായിരിക്കും നമ്മൾ ഇന്ന് ഷെയർ ചെയ്യണത്. അതിനകത്ത് വളരെ ചെറിയൊരു പരിശീലനത്തിലൂടെ നമുക്ക് നേരെ അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. ഇതൊക്കെ വളരെ നിസ്സാരമായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നിങ്ങൾ ആർട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് വിലപ്പെട്ടതായിരിക്കും. നേരെ വീഡിയോയിലേക്ക്. ഇപ്പം ചെയ്ത ട്രെയിനിങ്ങിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ആ പിടിക്കുന്ന ആളെ എപ്പോൾ ഇടുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് തുല്യമാണ് ഒരാൾ എപ്പോൾ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിചാരം, മറ്റേ ആളുടെ വിചാരം. സമയത്ത് വേഗത കൂടുതലാണെങ്കിൽ ക്യാച്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിൻ്റെ ഒരു വർക്ക് പ്രധാനമാണ്. ഇതാണിപ്പോൾ നമ്മൾ കാണിച്ചത്. ഒരു വിസിറ്റിംഗ് കാർഡ് കൃത്യമായിട്ട് നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ലാത്ത പക്ഷം മിന്നൽ പിണർ പോലെ വരുന്ന ഒരടി എങ്ങനെ തട്ടാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പഞ്ച് എങ്ങനെ തട്ടാൻ കഴിയും, നല്ലൊരു കിക്ക് നിങ്ങൾക്ക് എങ്ങനെ തട്ടാൻ കഴിയും, ഇത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ആക്ട് കറക്റ്റ്ലി എന്ന് പറയുന്ന തിയറി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് നമുക്ക് നേരെ പോകാം. ഇവിടെ ഇവർ കുത്തുമ്പോൾ നമ്മൾ നേരെ നിന്ന് തട്ടിയാലുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ തട്ടുമ്പോൾ കുത്തിക്ക് തട്ടി, ഈ തട്ടുന്ന അവസ്ഥയിൽ ഇയാൾക്ക് ബല കൂടുതലുള്ള ആളാണ്. ഈ തട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഇത് മടങ്ങാൻ ചാൻസ് ഉണ്ട്. മടങ്ങിയാൽ എന്ത് പറ്റും, കൃത്യം വന്ന് അവിടെ കയറുന്നുണ്ടാവും. വ്യക്തമായി മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വരുന്ന ആയുധം ആക്ട് കറക്റ്റ്ലി, നിൽക്കുന്നിടത്ത് നിന്ന് തട്ടരുത്, അല്പം മാറിയിട്ട് തട്ടണം. നോക്കിക്കോളാം, സ്വല്പം മാറി തട്ടാനാകരുത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കത്തി ഇപ്പോൾ ഔട്ടർ ഏരിയയിലാണ്, എങ്ങോട്ടും വരാനില്ല. അപ്പം നമ്മൾ സേഫായി നിന്നു. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ആൾക്ക് പഞ്ച് ചെയ്യും. ഇവിടെ പഞ്ച് ചെയ്ത് ഡയറക്റ്റ് പഞ്ച്. വ്യക്തമായി മനസ്സിലായി? അപ്പോൾ ഈ പഞ്ച് ഇവിടെ വരുന്നുള്ളത് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് വരില്ല. ആക്ഷൻ നമ്പർ 1. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് 3 സെഷനായിട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കുത്തുന്ന ഭാഗത്ത് നമ്മൾ മാറിയിട്ട് തട്ടുന്നു, 1. രണ്ടാമത് അറ്റാക്ക് ചെയ്യുന്നു, 3ാമത് പൂട്ടുന്നു. ഇതാണ് ചെയ്യണത്. പൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ കത്തി എടുത്താൽ അറിയാമല്ലോ, കൈ ഒടിക്കുക തന്നെ വേണം. അല്ലാതെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മുടെ ജീവൻ എടുക്കാൻ വരുന്നവനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. കൈ ഒടിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ പിന്നെ ആ പ്രശ്നം അവിടുന്ന് ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാറുമ്പോൾ ഒന്ന് തട്ടിയതിന് ശേഷം പഞ്ച് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് ബ്ലോക്ക് ചെയ്യുന്ന അറ്റ് എ ടൈം പഞ്ച് ചെയ്യുക. അപ്പോൾ എന്താ ഗുണമുള്ളത്, അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ളത് അയാളുടെ തലേന്ന് പോകും. ഇതാണ് ആക്ട് കറക്റ്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയ്യുന്ന അറ്റ് എ ടൈം അറ്റാക്ക് വന്നാൽ ഈ കൈ അവിടെ ഇരിക്കുകയും നമുക്കൊരു സമയം കിട്ടുകയും ചെയ്യും ഓടിക്കാനുള്ളത്, പൂട്ടാനുള്ളതോ ഓടിക്കാനുള്ളതോ ഒക്കെ സമയം കിട്ടും. അതൊന്ന് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം, നോക്കട്ടോ. ഇവിടെ ഒരു കുത്ത് വരുമ്പോൾ ഈ കുത്തിനകത്ത് നമ്മൾ കയറി ചെയ്യുന്ന വേഗത നോക്കണം. അതായത് കുത്ത് വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഒന്ന് നോക്കി, പൊക്കുന്ന സമയം പിടികിട്ടി, ഒന്നുകൂടെ പൊക്കുന്ന സമയം നോക്കുക. ആ സമയമാണ് നമുക്ക് ഇങ്ങോട്ട് മാറാനുള്ള സമയം. വ്യക്തമായി പിടികിട്ടിയോ? പിന്നീടേ കുത്ത് വരുള്ളൂ. അപ്പം നമ്മൾ സേഫായി മാറി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അറ്റാക്ക് ചെയ്യാം. വ്യക്തമായി പിടികിട്ടിയോ? കുത്തുമ്പം കണ്ടോ മാറുന്ന ടൈം നോക്കി. ഓക്കെ, ദെൻ ഇവിടെയാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ നിർത്തുവല്ല ചെയ്യുന്നത്, ഫിനിഷ് ഒടിക്കുക തന്നെ വേണം. വ്യക്തമായി പിടികിട്ടിയോ? ഇങ്ങനെ ചെയ്താണ് നമ്മൾ ആക്ട് കറക്റ്റ്ലി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആയോധന കല കൃത്യമാവും. ഇപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷൻ വരെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് നോക്കാം. കാരണം ഇവിടെ നിന്ന്
ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുമ്പോൾ പോലും ഈ കൈ എനിക്ക് വ്യക്തമായി കാണാം. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ളൊരു ശ്രദ്ധ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകണം എന്ന് സാരം. അടുത്ത വീഡിയോയിൽ കാണാം.